നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോഡി ഷേമിംഗ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? പരിഹാസങ്ങളും അവഗണനകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ കണ്ടും കേട്ടും മനസ്സും അടുത്ത് പോയവരാണോ നിങ്ങൾ? വണ്ണം കൂടിപ്പോയതിൻ്റെ പേരിലും നിറം കറുപ്പായതിൻ്റെ പേരിലും ഒരുപാട് ആളുകളുടെ കുറ്റപ്പെടുത്തലുകൾക്കും അവഗണനകൾക്കും ഒക്കെ ഇരയായ ഒരാളാണ് ഞാൻ. ഈ അവസ്ഥകളൊക്കെ എങ്ങനെയാണ് ഞാൻ നേരിട്ടത്? ഇതൊക്കെ മറികടന്ന് എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുറച്ച് ഡാർക്കായി പോയല്ലേ? എനിക്കിങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. നമുക്കിങ്ങനെ ചില്ലായിട്ട് അങ്ങോട്ട് പോയാൽ മതി. ഞാൻ നിങ്ങളെ ചുമ്മാ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ പേടിച്ചോ? അപ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട്, എൻ്റെ പേര് ആര്യ എന്നാണ്. എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 98 കിലോ ഉള്ള സമയത്താണ് കേട്ടോ. ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് 82 കിലോയിലാണ്. 4 മാസം കൊണ്ടാണ് ഒരു 16 കിലോയോളം ഞാൻ കുറച്ചെടുത്തത്. അപ്പം എൻ്റെ ഒരു ഡിസൈഡ് വെയ്റ്റിലും എൻ്റെ ഒരു ഡിസൈഡ് ഹെൽത്തിലും ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. ആ ഒരു ജേണി ഞാനിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഒരു വഴിക്ക് പോവുകയാണല്ലോ, അപ്പോൾ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബോഡി ഷേമിങ് ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അതിൽ 74% ആൾക്കാരും പറഞ്ഞത് അവർ ഇമോഷണലി തകർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ബോഡി ഷേമിങ് ഫേസ് ചെയ്യുന്നതുകൊണ്ട്. ബാക്കിയുള്ള 10% അല്ലെങ്കിൽ 17% ആൾക്കാർ മാത്രമാണ് പറഞ്ഞത് അവർ റിയാക്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് വിടാറാണ് പതിവെന്ന്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ഒരു 74% എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് കൺസേൺ അല്ലേ? മെജോറിറ്റി ആൾക്കാരും മാനസികമായി തകർന്നു പോകുന്നുണ്ട് ഈ ഒരു ബോഡി ഷേമിങ് കാരണം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംസാരിക്കേണ്ട ഒരു വിഷയമല്ലേ? ആണല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നമ്മുടെ UK മെൻ്റൽ ഹെൽത്ത് ഫൗണ്ടേഷൻ നടത്തിയ ഒരു പഠനത്തിൻ്റെ ഒരു റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 8 പേരുടെ ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് സൂയിസൈഡൽ ടെൻഡൻസി അല്ലെങ്കിൽ സൂയിസൈഡൽ തോട്ട്സ് വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? സ്വന്തം ശരീരത്തിൽ തൃപ്തിയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ബോഡി ഇമേജിൽ അവർ കൺസേൺഡ് ആയതുകൊണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 13% അഡൾട്ട്സിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ബിഗ് കൺസേൺ തന്നെയാണല്ലേ? ഇത് UK മാത്രം കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മൾ മലയാളികളുടെ ഇടയിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ആൾക്കാർ ഈ ഒരു ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ശരീരത്തിൽ സാറ്റിസ്ഫൈഡ് അല്ലാതെ, സ്വന്തം ശരീരത്തെ സ്നേഹിക്കാതെ ഇത്തരത്തിലുള്ള ചിന്തകളും ഡിപ്രഷനും ഒക്കെ കടന്നു പോകുന്ന ആൾക്കാർ എത്രത്തോളം ഉണ്ട് അല്ലേ? ഇതിപ്പോൾ UK അമേരിക്കയിലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്കും ഒന്നും പോകണ്ട, നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ മതി. എത്രയോ ആൾക്കാർ അല്ലേ? ഒരു വീട്ടിൽ തന്നെ ഏകദേശം ഒരാളെങ്കിലും ഈ ഒരു ബോഡി ഷേമിങ്ങിൻ്റെ പേരിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് നമ്മുടെ നാട്ടിൽ ബോഡി ഷേമിംഗ് ഒക്കെ പറയുന്നത് ഭയങ്കര എക്സ്ട്രീം ലെവലായിരുന്നു കേട്ടോ. ഫോർ എക്സാമ്പിൾ, പണ്ടത്തെ കാലഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു 70 അല്ലെങ്കിൽ 80 ആ സിനിമകൾ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പോൾ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാളെ, കാലിന് ബുദ്ധിമുട്ടുള്ള ഒരാളെ ചട്ടുകാലൻ അല്ലെങ്കിൽ മൊടന്തൻ എന്നൊക്കെ വളരെ പബ്ലിക്കായിട്ട് ഓപ്പൺ ആയിട്ടാണ് ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരും പറയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞവൻ വിവരം അറിയും. കാരണം ഇന്ന് നമ്മുടെ മീഡിയ, നമ്മുടെ നിയമങ്ങൾ എല്ലാം ഈ ഒരു ബോഡി ഷേമിങ്ങിനെതിരാണല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരും ഇതിനെതിരായിട്ട് റിയാക്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇന്നത്തെ കാലത്ത് ബോഡി ഷേമിങ് എന്ന് പറയുന്നത് കുറേയൊക്കെ വംശനാശം സംഭവിച്ചു വരുന്നൊരു സംഭവമാണ്. എങ്കിൽ കൂടിയും ബോഡി ഷേമിങ് എന്ന് പറയുന്ന ഒരു പദം ഇന്ന് വളരെയധികം പോപ്പുലാരിറ്റി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് കൈമാറി കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യം, അതായത് ഒരു സ്വത്ത് കൈമാറി വരുന്ന പോലെയാണ് ഈ ഒരു ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന കാര്യവും നമ്മുടെ ജനറേഷൻ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടുള്ള കാലങ്ങളിൽ പബ്ലിക്കായിട്ട് വളരെ ഓപ്പൺ ആയിട്ട് ഈ ഒരു ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ എത്രമാത്രം ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒരു 10% പോലും എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത് നമ്മൾ ഓപ്പൺ ആയിട്ട് അങ്ങനെ സംസാരിക്കാറുണ്ട് എന്നുള്ളത്. ബിക്കോസ് വി ആർ എഡ്യൂക്കേറ്റഡ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ മോറൽ വാല്യൂസ് ഉണ്ട്. കുറച്ചെങ്കിലും ഒരു മാനുഷിക പരിഗണനയുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അല്ലേ? അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മീഡിയാസ്, നമ്മുടെ നിയമങ്ങൾ, ഇതൊക്കെ ഇപ്പോൾ ഇതിനെതിരാണ്. ആൾക്കാർ റിയാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആരും ഇതിന് നിൽക്കില്ല.
പക്ഷേ ഈ ഫിസിക്കലി ഡിസേബിൾഡ് അല്ലെങ്കിൽ മെൻ്റലി ഡിസേബിൾഡ് ഇതൊക്കെ ഒരു എക്സ്ട്രീം കേസാണ്. അതല്ലാതെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സംഭാഷണങ്ങളിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഡിയർ ആൻഡ് നിയർ വൺസ് അല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ, കുറച്ച് വണ്ണം കൂടിയിരിക്കുന്ന ആൾക്കാരോട് നമ്മൾ എന്താ സംസാരിക്കാറ്? തടിച്ചി, തടിയൻ, തീറ്റപ്പണ്ടാരം ഇങ്ങനെയൊക്കെയാണല്ലേ. അതുപോലെ ഇച്ചിരി വണ്ണം കുറഞ്ഞിരിക്കുന്ന ആളാണെങ്കിലോ കോലെ തുണി ചുറ്റി പാടത്ത് കൊണ്ട് വെക്കട്ടെ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. ഇനി നിറം ഒരല്പം കറുത്തു പോയി കഴിഞ്ഞാൽ കറുമ്പൻ, കറുമ്പി. ഇനി അഥവാ വെളുത്തിരിക്കട്ടെ വെള്ളപ്പാറ്റ, ഈയാമ്പാറ്റ, സായിപ്പിൻകുട്ടി ഇങ്ങനെയൊക്കെയാണ് പറയാറ്. കാര്യം നമ്മൾ തമാശയായിട്ട് പറയുന്നതാണ്, പക്ഷെ ഇത് കേൾക്കുന്ന ആൾക്ക് എത്രമാത്രം ഇൻറ്റൻസിറ്റിയിലാണ് അത് മനസ്സിലേക്ക് തറയുകയെന്നറിയോ. ഒത്തിരി അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ഡിപ്രഷനിലേക്കും ഈവൻ സൂയിസൈഡ് ചെയ്യാൻ വരെയുള്ള ചിന്തകളിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളാണ് തമാശയായിട്ട് ഒരു കളിയായിട്ട് നമ്മൾ പറഞ്ഞു വിടുന്ന ഈ വക കാര്യങ്ങൾ. എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരുപാട് ബോഡി ഷേമിങ്. അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് നിറത്തിൻ്റെ പേരിലുള്ള ബോഡി ഷേമിങ്, പിന്നീട് വണ്ണം കുറഞ്ഞിരുന്ന കാലങ്ങളിൽ വണ്ണം കുറവാണല്ലോ എന്നുള്ള ബോഡി ഷേമിങ്, പിന്നെ ഇതായിപ്പോൾ വണ്ണം വെച്ച് കഴിഞ്ഞപ്പം എന്തൊരു വണ്ണമാണിത് എന്നുള്ള ബോഡി ഷേമിങ്. അങ്ങനെ പല സ്റ്റേജിൽ നമ്മുടെ ലൈഫിൻ്റെ പല സ്റ്റേജസിൽ ഒരുപാട് ബോഡി ഷേമിങ് അനുഭവിച്ച ഒരാളാണ് ഞാനും. പക്ഷേ ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു ട്രാൻസിഷൻ, അതായത് വണ്ണം കുറയ്ക്കുകയും അതുപോലെ എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ മാറ്റങ്ങളാണോ ഇപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്, അതൊരിക്കലും ഒരു ബോഡി ഷേമിങ്ങിൻ്റെ പേരിലല്ല കേട്ടോ. ഒരു ബോഡി ഷേമിങ് കാരണമാണ് ഞാൻ ഇങ്ങനെ മാറി തുടങ്ങിയത് എന്ന് ഞാൻ പറയില്ല. ബിക്കോസ് വണ്ണം കൂടിയ സമയത്ത് എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വന്നു. എനിക്ക് ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ എനിക്ക് തന്നെ തോന്നി ഐ ഹാവ് ടു ചേഞ്ച്. സമയമായി, ഈ ഒരു വണ്ണം എന്ന് പറയുന്നത് എനിക്ക് പറ്റുന്ന കാര്യമല്ല. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഞാൻ നേരിട്ടിട്ടുള്ള ഒരു 3 കാര്യങ്ങൾ, 3 ഇൻസിഡൻസ് ഞാൻ ഇന്ന് നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വിചാരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് എന്താണ് തോന്നിയത്, ഞാൻ എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്തതെന്നൊക്കെ. കാരണം ഒരു പക്ഷേ നിങ്ങൾക്കും ഇത് റിലേറ്റബിൾ ആയിരിക്കും, നിങ്ങളും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് മാത്രമാണ് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. 2021 നവംബറിലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോൻ ഉണ്ടാവുന്നത് കേട്ടോ. ആ സമയത്ത് കാനഡയിലായതുകൊണ്ടും കോവിഡിൻ്റെ പീക്ക് ടൈം ആയതുകൊണ്ടും എൻ്റെ അമ്മയുടെ വിസ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വിസ റിജക്ഷൻ വന്നു. അതുകൊണ്ട് ഹസ്ബൻഡാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെയും നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവൻ 2021 നവംബറിൽ ജനിക്കുന്നു. 2022 ഒരു ജൂൺ മാസമൊക്കെ ആയപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് നാട്ടിൽ പോയി കുഞ്ഞിനെ എല്ലാവരും കാണിക്കാം. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്, കുറച്ചധികം ഹെൽത്ത് ഇഷ്യൂസ് ഇവിടുന്ന് വന്നു. അപ്പോൾ ഒരു ഡോക്ടറെ കാണുക എന്ന് പറയുന്നത് പുറം രാജ്യത്തുള്ള ആൾക്കാർക്ക് അത്ര എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല. മാസങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നാട്ടിൽ പോയി കഴിഞ്ഞാൽ കൊച്ചിനെ നാട്ടിലുള്ള എല്ലാവരെയും കാണിക്കുകയും ചെയ്യാം, എനിക്കൊന്ന് ഡോക്ടറെയും കാണാം. അങ്ങനെ ഞാൻ എൻ്റെ മോനെയും കൊണ്ട് ഇവിടുന്ന് നാട്ടിലേക്ക് പോവുകയാണ്. അവനന്ന് 5 മാസമാണ് കേട്ടോ പ്രായം. അപ്പോൾ ഈ ഒരു പൊടി കുഞ്ഞിനെയും കൊണ്ട് പോകാൻ ആദ്യം എനിക്ക് ഇച്ചിരി പേടിയുണ്ടെങ്കിലും പക്ഷേ ഞാൻ വിചാരിച്ചു ഇല്ല, എനിക്കത് പറ്റും, ഞാൻ സേഫായിട്ട് എന്തായാലും നാട്ടിൽ ലാൻഡ് ചെയ്യും. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ലല്ലോ. നമ്മുടെ നാട്ടുകാർ, നമ്മുടെ വീട്ടുകാർ എല്ലാവരും നമ്മുടെ ആൾക്കാരാണ്. അപ്പം ഐ വാസ് സോ ഹാപ്പി കേട്ടോ, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഫിസിക്കലി ഞാൻ അത്ര ഓക്കെ അല്ലായിരുന്നു. ബിക്കോസ് ഐ സ്റ്റിൽ ഹാഡ് സ്റ്റിച്ചസ്. എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ടൊരു 6-7 മാസമായിട്ടും എൻ്റെ സ്റ്റിച്ചസ് കരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് അതൊരു ലോങ് സ്റ്റോറിയാണ്, അതൊരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഡെലിവറി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഞാൻ അങ്ങനെ കൊച്ചിനെയും കൊണ്ട് നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലെ എയർപോർട്ട് വരെയുള്ള ട്രാവൽ എന്ന് പറയുന്നത് 22 അവേഴ്സാണ്. ഓക്കെ, 22 അവേഴ്സ് ഞങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഫ്ലൈറ്റിൽ തന്നെ ഇരിക്കണം. അതിൻ്റെ ഇടയിലൊരു കണക്ഷൻ വരും. അപ്പം ഞാനിവിടെ കാനഡയിൽ നിന്ന് ടൊറൻഡോ എയർപോർട്ടിൽ നിന്ന് അബുദാബി വരെയുള്ളൊരു ടിക്കറ്റ് എടുത്തു. അതിനുശേഷം അബുദാബി ടു കേരളത്തിലേക്ക്, അങ്ങനെയായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടുന്ന് ഒരു 4 മണിക്കൂർ ഡിലേ വന്നു ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അനുസരിച്ച് അബുദാബിയിലും എനിക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഹൗ ഐ മാനേജ്. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്ലൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അതായത് അബുദാബി എത്തി അവിടെ നിന്ന് ഞാൻ എൻ്റെ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഗേറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കത്ത് കൊച്ചുണ്ട്, 2 ബാഗുണ്ട്, കൊച്ചിൻ്റെ പാലും കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുണ്ടായിരുന്നത്. എല്ലാം കൊണ്ട് ഞാനിങ്ങനെ ഒരു വിധത്തിൽ നടന്നിങ്ങനെ പോവാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ നിറയെ മലയാളികൾ അബുദാബി എയർപോർട്ടിൽ. അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞത് ശ്വാസം വീണത് കേട്ടോ. കാരണം ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന്, ഈ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് നാട്ടിലേക്ക് പോവുകയാണ്. ഒരു 2.5-2.25 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ നാട്ടിലേക്ക് എൻ്റെ കൊച്ചിനെയും കൊണ്ട്
എൻ്റെ വീട്ടുകാരെ എൻ്റെ നാട്ടുകാരെയും കാണാൻ വേണ്ടി ഞാൻ പോവാം. അപ്പോൾ അബുദാബിയിൽ എത്തിയപ്പോൾ തന്നെ കുറേ മലയാളികൾ, കുറേ പേര് മലയാളം സംസാരിക്കുന്നു. അതൊരു വല്ലാത്ത ഫീലായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി, ട്രസ്റ്റ് മീ, ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ആൾക്കാർ നടന്നു പോകാം, മലയാളികൾ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മലയാളം പറയുമ്പോൾ മലയാളി ഞാനും മലയാളിയാണ് എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ അത്ര എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ ബാക്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു, മലയാളികളാണേ. ഞാനിങ്ങനെ കൊച്ചിനെ എടുത്ത് നടക്കണം കണ്ടപ്പോൾ അവരെൻ്റെ നേരെ നോക്കിയിട്ട് കമൻറ്റ് പറയുകയാണ്, അയ്യോ തിന്ന് തിന്ന് തടിച്ചിട്ട് ഓക്ക് ആ കുഞ്ഞിനെ എടുത്ത് നടക്കാൻ കൂടി കഴിയുന്നില്ല. ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. സത്യം പറയാലോ, എനിക്ക് നല്ല സങ്കടം വന്നു. നല്ല സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സങ്കടം. അവിടെ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ആര്യ വെൽക്കം ടു കേരള. അങ്ങനെ ഈ ഒരു വണ്ണം വെച്ചിരിക്കുന്ന സമയത്ത് എനിക്കൊരു ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഞാൻ അവിടെ നിന്നാണ് കേട്ടോ കേൾക്കുന്നത്. കാരണം കാനഡ പോലുള്ള രാജ്യത്ത് അങ്ങനെ ബോഡി ഷെയ്മിങ് എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതിൻ്റെ ഒരു ഷോക്ക് തീർച്ചയായിട്ടും എനിക്കുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിട്ടത് കൊണ്ടാണോ എന്നറിയില്ല, കേട്ടിട്ട് ഞാനൊന്ന് ഡീപ്പായിട്ടൊരു ബ്രെത്ത് എടുത്തിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോയി കേട്ടോ. അങ്ങനെ നമ്മൾ കേരളത്തിൽ ലാൻഡ് ചെയ്തു. വീട്ടുകാരൊക്കെ കണ്ടു, ഭയങ്കര സന്തോഷം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോണതിന് മുമ്പ് എനിക്ക് കുറച്ച് ബോഡിയിൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തണമായിരുന്നു. കുറേ നാളുകളായിട്ട്, അതായത് ഡെലിവറി ടൈമിൽ പോലും മര്യാദയ്ക്കൊരു ശുശ്രൂഷയും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് എൻ്റെ ബ്ലഡ് ചെക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യേണ്ടത് കൊണ്ടും കേരളത്തിൽ തന്നെ നല്ലൊരു ഹോസ്പിറ്റലിൽ ഞാൻ കൊച്ചിനെയും കൊണ്ട് വീട്ടുകാരെയും കൂട്ടി പോയി. അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടറിനെ കണ്ടു. അതും ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ്. അദ്ദേഹം കയറിയിരിക്കാൻ പറഞ്ഞു. ആദ്യം തന്നെ ചെയ്തത് വെയിങ് സ്കെയിലിൽ എൻ്റെ വെയിറ്റ് നോക്കുകയാണ്. അപ്പം വെയിറ്റ് നോക്കിയപ്പം എൻ്റെ വീട്ടുകാരും ഞാനും ഡോക്ടറും ഒക്കെ ഞെട്ടി, 98 കിലോ. അപ്പം നാട്ടിൽ 98 കിലോ എന്ന് പറയുന്നത് അതൊരു വലിയ വെയിറ്റ് തന്നെയാണല്ലേ. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ വെയിറ്റ് കൂടിയത് എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടർ അറിയില്ല, എനിക്ക് സത്യമായിട്ട് എനിക്ക് അറിയില്ല എന്താ ഇങ്ങനെ വെയിറ്റ് കൂടിയത്. ഞാൻ വളരെ മെലിഞ്ഞ ഒരാളായിരുന്നു. ഈ ഒരു അടുത്ത കാലങ്ങളിലാണ്, അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് പെട്ടെന്നാണ്, ഡെലിവറി കഴിഞ്ഞപ്പോൾ പോലും എനിക്ക് ഇത്രയും വെയിറ്റ് വെച്ചില്ല, ഡെലിവറി കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് അങ്ങ് വെയിറ്റ് കൂടുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എവിടെയാണ് സ്ഥലം? ഞാൻ പറഞ്ഞു, കാനഡ. അത് പറ, ചീസും ബർഗറും സാൻഡ്വിച്ചും ഇതൊക്കെയല്ലേ അടിച്ച് കയറ്റുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നതെന്ന്. സത്യം പറയാലോ, അവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് പതറിപ്പോയി. ബിക്കോസ് നമ്മൾ വീട്ടിൽ പോലും പോവാതെ ഈ ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നത്, എനിക്കറിയണം എൻ്റെ ശരീരം എന്തുകൊണ്ട് ഇങ്ങനെ വണ്ണം വെക്കുന്നു, അറ്റ്ലീസ്റ്റ് ഒരു ബ്ലഡ് ചെക്ക് എങ്കിലും ചെയ്യണം, അങ്ങനെയുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളൊരു ഡോക്ടറിനെ കാണുന്നത് അല്ലേ. ഡോക്ടർമാർ ദൈവങ്ങളാണെന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്ക് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ജീവൻ അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ അവരെ അത്രയും ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ആ ഒരു ഡോക്ടറിൻ്റെ വായിൽ നിന്ന് അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പം ഐ ഫെൽറ്റ് വെരി സാഡ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. മുൻവിധിയോടുകൂടി ഒരു പേഷ്യൻറ്റിനെ കാണുന്ന അത് ഏത് ഡോക്ടറാണെങ്കിലും ഞാൻ റെസ്പെക്റ്റ് ചെയ്യില്ല. ഐ ഡോണ്ട് റെസ്പെക്റ്റ് ദം. അതുകൊണ്ട് തന്നെ എനിക്കത് ബുദ്ധിമുട്ടായി. പക്ഷെ കുഴപ്പമില്ല. അദ്ദേഹം ബ്ലഡ് ചെക്കും കാര്യങ്ങളൊക്കെ എഴുതി തന്നു ഞാൻ ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു. എനിക്ക് തൈറോയ്ഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു, എനിക്ക് എൻ്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു, മരുന്ന് തരുന്നു. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഫസ്റ്റ് ബോഡി ഷേമിങ് ഫ്രം ദി എയർപോർട്ടിൽ നിന്ന് തുടങ്ങി സാധനം. അത് കഴിഞ്ഞ് നേരെ ചെന്ന് പെടുന്നത് നമ്മുടെ ഡോക്ടർ പുലിമടയിലേക്കാണെന്ന് പറയുന്ന പോലെ നമ്മുടെ ഡോക്ടറിൻ്റെ അടുത്തേക്കാണ്. ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്നും ഇതാണ് ഞാൻ കേൾക്കുന്നത്, മുൻവിധിയോടുകൂടിയുള്ള ഈ സംസാരം. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല സുഹൃത്തുക്കളെ എൻ്റെ ബോഡി ഷേമിങ്ങിൻ്റെ കഥ. അത് അവിടുന്ന് തുടക്കം മാത്രമായിരുന്നു കേട്ടോ. അടുത്തത് നമ്പർ 3 എനിക്ക് കിട്ടുന്നത് എഗെയിൻ ഒരു ഡോക്ടറിൻ്റെ അടുത്തു നിന്നാണ്. അത് കുറച്ച് ഭയങ്കരമായിട്ട് എന്നെ അഫക്റ്റ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. ഇറ്റ് സ്റ്റിൽ ഹോൺസ് മീ. അതെൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അത് നിങ്ങളോടത് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സംതിങ് ബിഗർ ദാൻ വാട്ട് ഐ എക്സ്പെക്റ്റഡ്. ഓക്കെ, പറഞ്ഞുതരാം. എൻ്റെ കൊച്ചിന് പനി വന്നു. നാട്ടിലുള്ള സമയത്താണ്. ഞാൻ ഇവനെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതൊരു മഴക്കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്ക പിള്ളേർക്കും അസുഖങ്ങളായിട്ട് ഒരുപാട് അമ്മമാരും അച്ഛന്മാരും മുത്തശ്ശിമാരും ഒക്കെ ഈ പിള്ളേരെയും കൊണ്ട് അവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ഡോക്ടറിൻ്റെ ഒരു ക്ലിനിക്കാണ് കേട്ടോ, ഹോസ്പിറ്റലല്ല കേട്ടോ, ഗവൺമെൻറ് ഡോക്ടറാണ് അദ്ദേഹം. അപ്പോൾ പ്രൈവറ്റായിട്ട് നോക്കുന്ന സമയത്ത് ഞങ്ങളവിടെ ചെന്നപ്പം അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ ജനലുകളൊക്കെ ഓപ്പണാണ്. ഓക്കെ, അതൊരു വരാന്തയാണ് കേട്ടോ. ആ ജനൽ ഓപ്പൺ ചെയ്തൊരു വരാന്തയിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ വരാന്തയിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴ, അപ്പോൾ എല്ലാവരും അതിനകത്തോട്ട് കയറി നിൽക്കുക. അപ്പോൾ അത്രയും ആൾക്കാരും
ഈ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് കേട്ടോണ്ട് നിൽക്കുന്നുണ്ട്, ഓക്കെ, പുറത്ത് നിൽക്കുന്ന ആൾക്കാർ. അതുപോലെ ഡോക്ടറിൻ്റെ വാതിലാണെങ്കിൽ തുറന്നിട്ടിട്ട് ആ വാതിലിൻ്റെ അകത്ത് ഒരു 3 പേര് ഓൾറെഡി ക്യൂവിലുണ്ട്, പുറത്ത് ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ടോക്കൺ അനുസരിച്ച് എല്ലാവരും ഇങ്ങനെ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ കൊച്ചിനെ നോക്കുമ്പോൾ, ഒരു കൊച്ചിനെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കത് കേൾക്കാം, എല്ലാവർക്കും ആ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ കേൾക്കാൻ പറ്റും. അങ്ങനെ ഞാനും അമ്മയും ഞങ്ങളുടെ ടോക്കൺ അനുസരിച്ച് ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അത്രയും നേരം ഇവൻ കിടന്ന് ഉറങ്ങുമായിരുന്നു എൻ്റെ തോളത്ത്. പെട്ടെന്ന് കൊച്ച് എഴുന്നേറ്റു. അപ്പോൾ പിള്ളേർ എഴുന്നേൽക്കുമ്പോൾ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് കരയുമല്ലോ. അപ്പോൾ കറക്റ്റ് ഡോക്ടർ അടുത്ത് ഞങ്ങളെ വിളിക്കാൻ നേരമായപ്പോഴാണ് ഇവൻ കരഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, അവിടെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ റൂമുണ്ട്, നിങ്ങൾ അവിടെ പോയി കൊച്ചിന് പാല് കൊടുത്തിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല ഡോക്ടർ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം, അവനിപ്പോൾ എഴുന്നേറ്റേൻ്റെ ഒരു കരച്ചില്ല. ഇല്ല കുഴപ്പമില്ല, പാല് കൊടുത്തിട്ട് വരൂ, ഞാൻ അടുത്ത ആളെ നോക്കാം, അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അവന് പാല് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ പാല് വണ്ടിയിലായിരിക്കണേന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മാസം വരെ എനിക്ക് എൻ്റെ കൊച്ചിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, എൻ്റെ പാല് അതിന് ശേഷം നിന്നുപോയി. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല അതെന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന്. തൈറോയിഡ് കാരണമാണോ, ഡിപ്രഷൻ ഉള്ളത് കൊണ്ടാണോ, എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. അതൊക്കെ കാരണമാണ് ഞാൻ നാട്ടിലേക്ക് പോയത് തന്നെ. അതൊക്കെ കൊണ്ടാണ് ഞാൻ പല ഡോക്ടർമാരുടെ അടുത്തും പോയതും. അപ്പോൾ ഈ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് എനിക്കിത് പറയേണ്ടി വന്നു, ഡോക്ടർ ഞാനിപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് അമ്മയല്ല, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നില്ല, ബിക്കോസ് എനിക്ക് പാലില്ല എന്ന് പറഞ്ഞു. വളരെ പതിയ സ്വരത്തിൽ, പരമാവധി ആൾക്കാർ കേൾക്കാതെയാണ് ഞാൻ അദ്ദേഹത്തിനോട് അത് പറഞ്ഞത്. പക്ഷേ ഒരു മൈക്ക് വെച്ച ഒച്ചയിലാണ് അദ്ദേഹം തിരിച്ചെന്നോട് റെസ്പോണ്ട് ചെയ്തത്. എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്, പാലില്ലേ, അതെന്താ പാലില്ലാത്തത്, ഇവിടെ വന്നേ ഇരുന്നേ, ഇങ്ങനെയാണ് എന്നോട് പെരുമാറിയത്. ഞാൻ എന്നിട്ട് കൊച്ചിനെയും കൊണ്ട് അവിടെ പോയിരുന്നു. അപ്പോഴും ഞാൻ ഓക്കെ കുഴപ്പമില്ല, ശാസനയുടെ രീതിയിൽ ഇനിയിപ്പം കാര്യം അറിയാതെ സംസാരിക്കുന്നതാണല്ലോ, അപ്പോൾ ഡോക്ടർമാർ സാധാരണ നമ്മളെ ശാസിക്കാറുണ്ട്, ആ രീതിയിൽ എന്തെങ്കിലും സംസാരിക്കാനായിരിക്കും എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേൾക്കട്ടെ, ഇനി പറഞ്ഞേ, എന്തുകൊണ്ടാണ് പാലില്ലാത്തത്? ഞാൻ പറഞ്ഞു, അറിയില്ല ഡോക്ടറെ, ഞാൻ അതിന് പല ലാക്ടേഷൻ കൺസൾട്ടൻറ്റിനൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്താണെന്ന് അറിയില്ല, അപ്പോൾ ഇപ്പം തൽക്കാലം അവന് ഫോർമുല മിൽക്കാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്നെ പോലെയുള്ള അമ്മമാരാണ് ഇന്നത്തെ കാലത്ത് ഈ ന്യൂസിലൊക്കെ കാണുന്നില്ലേ, ഓരോ വീട്ടിൽ കയറി അക്രമം കാണിക്കുന്നു, കുത്തിക്കൊല്ലുന്നു, മോഷണം നടക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കണത് നിന്നെ പോലുള്ള അമ്മമാർ ഈ കുട്ടികൾക്ക് മുലയൂട്ടാത്തതുകൊണ്ടാണെന്ന്. ആ സമയത്ത് എൻ്റെ കാതിൽ നിന്ന് ഇങ്ങനെ ചൂട് കാറ്റ് പോയി, എൻ്റെ കൈയും കാലും നന്നായിട്ട് തണുത്തു, എൻ്റെ കണ്ണ് നിറഞ്ഞു. പിന്നെ ചുറ്റും ഇങ്ങനെ ആൾക്കാർ മൊത്തം ഒരു മുഴക്കം പോലെ എനിക്ക് കേൾക്കാൻ തുടങ്ങി, സൗണ്ട് ഒന്നും ക്ലിയർ അല്ല. പിന്നെ അദ്ദേഹം എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഐ വാസ് ലിറ്ററലി ഷോക്ക്ഡ് ആൻഡ് ഫ്രീസ്ഡ്. ഭയങ്കരമായിട്ട് ഫ്രീസായി നിന്നു കേട്ടോ. പിന്നെ ചോദിക്കുന്നതിനൊക്കെ എൻ്റെ അമ്മയായിരുന്നു ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മ സൈഡിലിരിക്കുന്നുണ്ട്. അമ്മ ഇങ്ങനെ പുള്ളി ചോദിക്കുന്നുണ്ട്, എവിടുന്നാണ് വരണേ? അപ്പം അമ്മ പറഞ്ഞു, കാനഡയിൽ നിന്നാണ് കുട്ടി വന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു പകുതി മയക്കമായിപ്പോയി. എനിക്ക് കൊച്ചെൻ്റെ മടിയിലുണ്ടെന്ന് പോലും എനിക്ക് അറിയുന്നില്ല. എനിക്ക് ഇവിടുന്നൊക്കെ ഒരു തളരുന്ന പോലെയോ എന്തൊക്കെയോ ഒരു ഇറിറ്റേഷൻ കേട്ടോ. ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു അത്. എനിക്കത് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റില്ല, നിങ്ങളോടത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് അറിയില്ല. ഇപ്പോഴും ഞാൻ ആ സിറ്റുവേഷൻ എൻ്റെ കണ്ണിൽ വിഷ്വലി കണ്ടുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഫീൽ ഇങ്ങനെ കയറി വരാം. ഒരിക്കലും ജീവിതത്തിൽ ഇത് പറയാനോ ഓർക്കാനോ ആഗ്രഹിക്കാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു, പക്ഷേ ഇപ്പം എനിക്കത് പറയാൻ തോന്നി, അതുകൊണ്ട് മാത്രം പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കത് കുറച്ച് വിഷമമായി. പക്ഷെ ഞാൻ തളർന്നില്ല. ഒരുപാട് പേര്, എനിക്കറിയുന്ന ആൾക്കാരും എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ സീനിയേഴ്സും എൻ്റെ ജൂനിയേഴ്സും, എനിക്കറിയില്ല, അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം ഞാൻ എന്തോ വലിയൊരു തെറ്റ് ചെയ്ത പോലെയായിരുന്നു ആ ഡോക്ടറിൻ്റെ സംസാരവും ചുറ്റും കൂടി നിന്ന ആൾക്കാരുടെ സംസാരവും. അതിനുശേഷം ഞാൻ എങ്ങനെയൊക്കെയോ കൊച്ചിനെ എടുത്ത് പിന്നെ വണ്ടിയിലേക്ക് പോവാം. പക്ഷേ എനിക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ. ഒരു 3-4 ദിവസം ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങിയിട്ടില്ല. ഐ വാസ് ലിറ്ററലി ക്രൈയിങ്. ഓരോ ദിവസവും ഞാൻ എന്തോ തെറ്റ് ചെയ്തൊരവസ്ഥയായിരുന്നു എനിക്ക്. എൻ്റെ കൊച്ചങ്ങനെ ആവോ, എൻ്റെ കൊച്ചിങ്ങനെ ആവോ. ഒരു ഡോക്ടറാണത് പറഞ്ഞിട്ടുള്ളത്. സമൂഹത്തിൽ ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലിരിക്കുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാൾ, എൻ്റെ കൊച്ചിനെ ഇനിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് കൊണ്ടുപോയേ പറ്റുള്ളൂ. പനിയോ ജലദോഷമോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇനി എങ്ങനെ ഞാൻ അദ്ദേഹത്തെ കാണും, എങ്ങനെ ഫേസ് ചെയ്യും? അതുപോലെ അവിടെ നിന്ന് അത്രയും പേര്, എനിക്ക് അറിയുന്ന ആൾക്കാർ, എൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇനി എന്നെ അങ്ങനെയല്ലേ നോക്കിക്കാണുക? ഞാൻ എൻ്റെ കൊച്ചിനോട് ഒരുപാട് തെറ്റ് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ടോട്ടലി ഞാൻ ഭയങ്കര ഇൻസെക്യൂർഡായി. നിങ്ങൾക്കറിയാലോ, ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നൊരു ഫേസ് എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്.
പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡെലിവറിക്ക് മുൻപ് തന്നെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരാളായിരുന്നു ഞാൻ. ആ സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതും ആ സമയത്താണ് എൻ്റെ ഡെലിവറി നടക്കുന്നതും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറെ സഹായത്തിന് അന്ന് കോവിഡ് ടൈം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡാണ് എന്നെയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കിയത്. അപ്പോൾ ഒരു വിധത്തിൽ ഞാൻ എൻ്റെ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നൊന്ന് ഓവർകം ചെയ്ത് പുറത്തേക്ക് വന്ന ഒരു സമയമായിരുന്നു കേട്ടോ അത്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് എനിക്ക് അഫക്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഈ ചില അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടില്ലേ, കുഞ്ഞിനോട് ദേഷ്യം തോന്നുക, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ കുഞ്ഞിനോട് അത്രയും സ്നേഹം മാത്രമേ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് എൻ്റെ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് കരകയറി വരാനൊരു ദൈവം തന്ന ഒരു ഗിഫ്റ്റായിട്ടാണ് എനിക്ക് അവനെ തോന്നിയിട്ടുള്ളത്. അങ്ങനെയുള്ള സമയത്ത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ മൈൻഡ് റിലാക്സ് ആവുമല്ലോ, നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡിലും കൂടിയാണ് നമ്മൾ നാട്ടിലേക്ക് വരണത്. അപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കണത്. ഇപ്പം എങ്ങനെ ഇരിക്കണം? 4 ദിവസങ്ങൾക്ക് ശേഷം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. എങ്ങനെയൊക്കെയോ മൈൻഡൊന്ന് ഓക്കെ ആക്കി ഞാനും അമ്മയും അച്ഛനും എല്ലാവരും കൂടിയിട്ട് ഞങ്ങളൊരു കോഫി ഷോപ്പിൽ കോഫി കുടിക്കാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു, ഒരു ഔട്ടിങ് പോലെ. അങ്ങനെ അവിടെ ചെന്ന് അച്ഛൻ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ അതൊരു സിറ്റീൻ്റെ നടുക്കുള്ളൊരു കോഫി ഷോപ്പായിരുന്നേ. അപ്പോൾ ഒരുപാട് പേര് അവിടെ എപ്പോഴും ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു സ്പോട്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മഴക്കാലം കൂടി ആയതുകൊണ്ട് കുടയില്ലാത്ത ആൾക്കാരൊക്കെ അതിൻ്റെ വരാന്തയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി നിൽക്കുക. അപ്പോൾ ഒരു വിധത്തിൽ ഞാനിങ്ങനെ ഓടി കയറാൻ നേരത്ത് ചെറുപ്പം തൊട്ട് അറിയുന്ന ഒരു ചേട്ടൻ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് അയ്യേ ഇതെന്താടി നിൻ്റെ കോലം, നിനക്കെന്താ പറ്റിയേ, ഇതായിരുന്നു അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ജസ്റ്റ് പുള്ളിക്കാരൻ ഇങ്ങനെ ചോദിക്കായിരുന്നു, ഇതെന്താ പറ്റിയ ആര്യ, നിനക്ക് എന്ത് പറ്റി, ഇത്രയും ചോദിച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ലിറ്ററലി ഞാൻ നേരത്തെ പറഞ്ഞ ആ ടോണിൽ തന്നെയാണ് ആ ചേട്ടൻ എന്നോട് സംസാരിച്ചത്. അയ്യേ, ഈ അയ്യേ കേട്ടപ്പോൾ ഐ വാസ് ലൈക്ക് എന്താ, എന്ത് പറ്റി, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. പക്ഷേ ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ തെക്ക് വടക്ക് നോക്കി നിന്ന പിള്ളേർ വരെ ഇദ്ദേഹത്തിൻ്റെ അയ്യേ കേട്ട് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് അടിമുടി നോക്കാൻ തുടങ്ങി. അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഓക്കെ, നോർമലി ഒരു ഇച്ചിരി വണ്ണമുള്ളൊരു ചേച്ചി അത്രയേ ഉള്ളായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ വന്നിട്ട് കുറച്ച് ഓവറാക്കി ചളവാക്കി കഴിഞ്ഞപ്പോൾ അപ്പുക്കുട്ടൻ വന്ന് ഓവറാക്കി ചളവാക്കി കഴിഞ്ഞപ്പോൾ ആ സകല മനുഷ്യന്മാരും നോക്കി. അപ്പോൾ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഒരു വിധത്തിലൊന്ന് കരകയറി വന്നതേ ഉള്ളൂ, അന്നേരത്തേക്കും കൊണ്ട തൊലച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ചായ കുടിക്കാനൊന്നും തോന്നിയില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനോട്, ഞാൻ വീട്ടിൽ പോയി, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ചിറങ്ങി ഒരു വിധത്തിൽ വീട്ടിൽ ചെന്ന് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ എനിക്ക് കുറച്ച് ടൈം എടുത്തു. കാരണം പുള്ളിക്കാരൻ എനിക്ക് നേരത്തെ അറിയുന്നതാണ്. എനിക്ക് കുറച്ച് താല്പര്യമുള്ളൊരു ചേട്ടനായിരുന്നു. അയ്യോ, താല്പര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് അടുപ്പമുള്ളൊരു ചേട്ടനായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ അടുപ്പമുള്ള ആൾക്കാർ നമ്മളോട് സംസാരിക്കാൻ നമുക്ക് വിഷമം തോന്നുമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഒരു ചേട്ടനായതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇച്ചിരി വിഷമം തോന്നിയത്. പക്ഷെ കുഴപ്പമില്ല, എങ്ങനെയൊക്കെ ഞാൻ ഓവർകം ചെയ്തു. അതും ഞാൻ ഓവർകം ചെയ്തു. എനിക്ക് നോബൽ സമ്മാനം തരണ്ടേ, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം എനിക്ക് തരണ്ടേ, നിങ്ങൾ തന്നെ പറ. അത് കഴിഞ്ഞിട്ട് വേറൊരു ഇൻസിഡൻറ്റും കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കഥ അവസാനിപ്പിക്കുകയാണേ. അത് ഭയങ്കര കോമഡിയാണ്, നിങ്ങളത് കേട്ടേ പറ്റുള്ളൂ. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കൂളായി. ഓക്കെ, ഇനി എന്ത് വന്നാലും എനിക്ക് പ്രശ്നമല്ല, പോട്ടെ പുല്ലെന്നുള്ള രീതിയായി കേട്ടോ. എന്ത് വന്നാലും കല്ലി വല്ലി എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ നിൽക്കുവാണേ. അങ്ങനെ ജൂലൈ മാസം എത്തി. എൻ്റെ ബർത്ത്ഡേ ജൂലൈ മാസമാണ്. അങ്ങനെ എൻ്റെ പിറന്നാൾ സമയമായി. എൻ്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻലോസ് കേട്ടോ, അവർ തീരുമാനിക്കുന്നു മോൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം. ഒരു മോതിരമായാലും എന്താ കുഴപ്പം. അങ്ങനെ പാവങ്ങൾ എന്നെ വിളിച്ച്, നാളെ ബർത്ത്ഡേ ആണ്, 12-ാം തീയതി നാളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ 11-ാം തീയതി എന്നെ വിളിച്ചിട്ട് ഒരു ജ്വല്ലറി ഷോപ്പിൽ മോതിരം എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മോതിരമല്ലേ, നമുക്ക് തലേന്ന് പോയി ഓടിപ്പോയി എടുത്താൽ മതിയല്ലോ. ഇതാട്ടോ ആ മോതിരം, കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതാണ് ആ മോതിരം. അപ്പോൾ എനിക്ക് അച്ഛനും അമ്മയും വാങ്ങി തന്ന മോതിരമാണ് കേട്ടോ. അപ്പം അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്, എൻ്റെ സിസ്റ്ററിൻലോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളും ഉണ്ട്, അപ്പോൾ അവളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവർ 3 പേരും ഞാനും കൂടി ആ ഒരു ജ്വല്ലറിയിൽ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് കസാരയിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ മോതിരം വേണമെന്ന് പറയുന്നു. അപ്പോൾ അവർ കുറേ മോതിരത്തിൻ്റെ സെറ്റുകൾ കൊണ്ടുവച്ചു. അപ്പോൾ ഓരോന്ന് ഞാനെടുത്തിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇടുന്നതൊക്കെ എനിക്കുണ്ടല്ലോ, ഇവിടം വരെ കയറുന്നുള്ളൂ, ഇവിടം വരെ. എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോകണില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് എൻ്റെ കൈക്ക് ഭയങ്കര നീരുണ്ടായിരുന്നു. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്, വണ്ണം വെച്ച സമയത്ത് എനിക്ക് ഭയങ്കര ഇൻഫ്ലമേഷൻ ആയിരുന്നു, കൈക്കൊക്കെ ഭയങ്കര നീരായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മോതിരം അങ്ങോട്ട് ഇറങ്ങി പോകുന്നില്ല.
അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് വേറെ സെറ്റ് നോക്കാം, കുറച്ചുകൂടെ വലിയ സൈസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സൈസും കൊണ്ട് വെച്ചു. അപ്പോൾ അതും എനിക്ക് കയറുന്നില്ല. അത് കുറച്ചും കൂടി അത് ഇറങ്ങിയിട്ടേ ഉള്ളൂ, ഏകദേശം അത് ഇവിടം വരെ എങ്ങാണ്ട് ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ഞാനൊന്ന് മാനേജറെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ ലേഡി സെയിൽസ് മാനേജറെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇതൊന്നും കയറുന്നില്ലേ, അതെന്താ എൻ്റെ കൈ കാണിച്ചേ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ കാണിച്ചു. അയ്യോ ഈ സൈസിന് പറ്റിയ മോതിരം ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആണുങ്ങളിടുന്ന മോതിരമുണ്ട്, അതാവുമ്പോൾ കുറച്ചും കൂടി നിനക്ക് പാകാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആണുങ്ങളുടെ മോതിരം കൊണ്ട് വെച്ചു. നമ്മുടെ രംഗണ്ണനില്ലേ, ആ രംഗണ്ണൻ ഇടുന്ന ടൈപ്പ് മോതിരം, നവരത്നത്തിൻ്റെ ഒക്കെ വലിയ മോതിരങ്ങളില്ലേ, അതെങ്ങനെയാണ് ഞാൻ ഇടുക? ഞാൻ പറഞ്ഞു ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് പെണ്ണുങ്ങളിടുന്ന സിമ്പിളായിട്ടുള്ള നോർമലി ഉള്ളൊരു മോതിരം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചിരി വരുന്നു. അങ്ങനെ പുള്ളി പറഞ്ഞു എന്നാൽ നിൻ്റെ കൈക്ക് പറ്റിയ മോതിരം ഇവിടെ ഇല്ല, ഒരു കാര്യം ചെയ്യ്. എന്നിട്ട് നല്ല ചിരിയാണ് പുള്ളിക്കാരന്, നല്ല ചിരിച്ചുകൊണ്ട് പറയാണ് ഒരു കാര്യം ചെയ്യ്, നീ ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് വിരലിനുള്ള വണ്ണം കുറയാനുള്ള മരുന്ന് വാങ്ങി കഴിക്കുക, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ, അപ്പം മോതിരം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നിട്ട് ഭയങ്കര ചിരി, ഹാ എന്ന് പറഞ്ഞിട്ട്. ഞാൻ നോക്കുമ്പോൾ പുള്ളി മാത്രമേ ചിരിക്കുന്നുള്ളൂ, ബാക്കിയുള്ള ഞങ്ങളെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അപ്പോൾ എനിക്കിതൊരു പുത്തരിയല്ല, നാട്ടിൽ വന്നിട്ട് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം നടന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ബോഡി ഷേമിങ് ഇങ്ങനെ ഏറ്റുവാങ്ങി ഇതൊരു പുത്തരി അല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ കേട്ട് നിന്നതേ ഉള്ളൂ. കേട്ടിട്ടുണ്ട് ഇത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ പെങ്ങൾക്കും അവർക്കത് കുറച്ച് ഫീലായി, അവരിങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ സിസ്റ്ററിനിലോ എൻ്റെ അനിയത്തി പുള്ളിക്കാരനോടൊന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഇഷ്ടമായില്ല എന്നെ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവളൊന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട്, നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി അത് ഞങ്ങൾക്ക് ഹേർട്ടായി എന്നുള്ളത്. പക്ഷെ ഞാനൊന്നും പറയാൻ നിന്നില്ല, ഞാനത് ചിരിച്ച് തള്ളിയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഒരു മൈൻഡ് സെറ്റ് വന്നു. അതായത് നമ്മളുടെ ലോകം, നമ്മുടെ സൊസൈറ്റി ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ മൈൻഡിലേക്ക് അപ്പോൾ വന്നിട്ടുള്ള ഇത്രയും ആൾക്കാരുടെ മുഖങ്ങൾ എന്ന് പറയുന്നത്, അവരോട് എനിക്ക് ഒരു ബഹുമാനവും തോന്നിയില്ല. അവരുടെ മോറൽ വാല്യൂസ് എന്ന് പറയുന്നത് 0 ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ കഥകൾ ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട്, കോമഡി അല്ലേ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് മക്കളെ സമൂഹം, ഇങ്ങനെയാണ് സമൂഹം. അപ്പം നമുക്ക് ആരെയും തിരുത്തിയിട്ട് ജീവിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ മൈൻഡാണ് മാറ്റേണ്ടത്, നമ്മളാണ് മാറേണ്ടത്. ഓക്കെ, നമ്മുടെ ശരീരം അതെന്തോ ആയിക്കോട്ടെ, വെളുത്തതോ കറുത്തതോ തടിച്ചതോ മെലിഞ്ഞതോ വാട്ട് എവർ എന്തോ ആയിക്കോട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ അത് നമ്മൾ സ്നേഹിക്കുക. നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ മുൻപെൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്, നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയില്ലേ, അതിനെ തകർക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും പറ്റില്ല. ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ചിഞ്ചു, മഞ്ജു രണ്ടുപേരും അത്യാവശ്യം വണ്ണമുള്ള 2 കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ജീൻസും ടോപ്പും ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 2 പേരും ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് റെഡിയായി ഇങ്ങനെ നിൽക്കണം. ഇനി ഇവരുടെ ക്യാരക്ടർ, ഇവരുടെ മൈൻഡ് സെറ്റും കൂടി ഞാൻ പറഞ്ഞുതരാം. ചിഞ്ചു എന്ന് പറയുന്നത് ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരാളാണ്. പക്ഷേ മഞ്ജു എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ആരെന്ത് പറഞ്ഞാലും കരയാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. പക്ഷേ ചിഞ്ചു അങ്ങനെയല്ല, ഷീ ഈസ് വെരി ബോൾഡ്. അങ്ങനെ ഇവർ 2 പേരും കൂടെ ഒരു ഷോപ്പിങ്ങിന് പോവാണ്. 2 പേരും സെപ്പറേറ്റ് ആണേ. 2 പേരും കൂടെ ഷോപ്പിങ്ങിന് പോകാൻ തീരുമാനിച്ചു. അവരങ്ങനെ ഷോപ്പിങ്ങിന് പോയി. അപ്പോൾ ആദ്യത്തെ ആൾ നമ്മുടെ ചിഞ്ചു പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഓഫ് കോഴ്സ് നമ്മുടെ സമൂഹം എന്ത് ചെയ്യുന്നു, ചിഞ്ചുവിനെ ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ് ചെയ്ത് വിട്ടു. എന്തൊരു കോലമാണ്, നിനക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സ് ഇട്ടാൽ പോരെ, ഇതെന്താ ഇങ്ങനെ ഇറുകി പിടിച്ചിരിക്കണത്, ഈ കാര്യങ്ങളൊക്കെ അവൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അവൾ മൈൻഡ് ചെയ്തില്ല, അവൾ അങ്ങനെ അങ്ങ് പോയി. നമ്മുടെ മഞ്ജു ആവട്ടെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് ആകെ ഒരു എന്താ പറയുക, ഡിപ്രഷനോ ആൻസൈറ്റിയോ സ്ട്രെസ്സോ വിഷമോ എന്തൊക്കെയോ വന്ന് ആകെ കരച്ചിൽ വന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി. അവൾ എന്ത് ചെയ്തു, ഷോപ്പിലെത്തിയില്ല, അതിന് മുമ്പ് തന്നെ അവൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അവൾ കട്ടിലേക്ക് കിടന്ന് കരയാൻ തുടങ്ങി, അമ്മേനോട് പറഞ്ഞ് കരയാൻ തുടങ്ങി. പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ ജീവിതത്തിൽ അവൾ ഒരിക്കലും ഈ ഒരു ജീൻസും ടോപ്പും ഇട്ടിട്ടില്ല. പക്ഷെ ചിഞ്ചു പിറ്റേ ദിവസം അവൾക്ക് ഒന്നുകൂടി പുറത്ത് പോകേണ്ടി വന്നു. അവൾ അതേ ജീൻസും ടോപ്പും വീണ്ടും എടുത്തിട്ടു. 2ാമത്തെ ദിവസവും ഇതേ ആൾക്കാർ അവളെ കളിയാക്കി. പക്ഷെ അവളത് കെയർ ചെയ്തില്ല, അവൾ നടന്നുപോയി. 3ാമത്തെ ദിവസവും അവളുടെ കാര്യത്തിന് വേണ്ടി ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അവളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഈ സെയിം ആൾക്കാർ ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൾക്കൊന്നും ഏക്കാൻ പോണില്ല, ബാ നമുക്ക് അടുത്ത ആളെ തപ്പി പോകാമെന്ന് പറഞ്ഞ് അവർ പോയി. അവരവരുടെ വഴിക്ക് പോയി. പക്ഷേ നമ്മുടെ ചിഞ്ചു എന്താ ചെയ്തേ, നേരെ സ്ട്രോങ് ആയിട്ട് നടന്നങ്ങ് പോയി. അവൾക്ക് എന്ത് സംഭവിച്ചു, അവളുടെ കാര്യങ്ങളൊക്കെ അവൾ നടത്തിയെടുത്തു. അവൾ മെൻ്റലി സ്ട്രോങ് ആയി, അവൾ അടിപൊളിയായി. പക്ഷെ നമ്മുടെ മഞ്ജുവിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി.
വിഷമിച്ച് സങ്കടപ്പെട്ട് നടത്തേണ്ട കാര്യങ്ങളോട്ട് നടത്താനും പറ്റിയിട്ടില്ല, വീട്ടിലിരുന്ന് ഡിപ്രഷൻ അടിച്ച് ബാക്കിയുള്ള എല്ലാവരും പുറത്തു പോകുമ്പോൾ ഇവൾ മാത്രം ഇവളുടെ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഉള്ളിലൊതുക്കി വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. മഞ്ജു ആവണോ ചിഞ്ചു ആവണോ? നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനിച്ചോ. ചിഞ്ചു ആവൂ, നമുക്ക് മഞ്ജു വേണ്ട. നമ്മുടെ ഉള്ളിൽ മൈൻഡ് സെറ്റ് മാറിക്കഴിഞ്ഞാൽ തന്നെ സമൂഹത്തിനെ നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ ഇറങ്ങി ചെന്നിട്ട് എല്ലാവരോടും നീ നന്നാവ് എന്നാൽ ഞാൻ നന്നാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്വയം നന്നാവുക, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക കേട്ടോ. പക്ഷേ ഇത് പറയുന്ന അത്ര എളുപ്പമല്ല എന്ന് എനിക്കറിയാം. നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഈവൻ നമ്മുടെ അടുത്ത ആൾക്കാർ, എനിക്കറിയുന്ന എത്രയോ പേര് ഇപ്പം ഭർത്താക്കന്മാർ ഭാര്യമാരെ കളിയാക്കുന്നവരെ എനിക്കറിയാം. അപ്പം അങ്ങനെയുള്ള അവസ്ഥ നേരിടുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിത് ഓവർകം ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ മൈൻഡ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ ഭാര്യമാരുടെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഓപ്പൺ കോൺവെർസേഷൻ നടത്തുക അവരുമായിട്ട്. ചിലപ്പോൾ അവരൊരു കളിയായിട്ട് ഒരു തമാശയായിട്ട് അവർക്ക് അറിയുന്നുണ്ടാവില്ല നിങ്ങൾക്കത് എത്രമാത്രം ഹേർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് നിങ്ങൾ അവരോട് തുറന്ന് സംസാരിക്കുക. ചേട്ടാ അല്ലെങ്കിൽ മോളെ, എനിക്ക് നിങ്ങളങ്ങനെ സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഇനി അങ്ങനെ സംസാരിക്കരുത്, ഞാൻ ഭയങ്കര ഇൻസൾട്ടഡ് ആവുന്നു, മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് എന്നോട് അങ്ങനെ പറയല്ലേ, എന്നോട് ഇങ്ങനെ സംസാരിക്കല്ലേ, എൻ്റെ ശരീരത്തെക്കുറിച്ച് ഇങ്ങനെ പറയല്ലേ എന്ന് പറയുക. അപ്പോൾ അവരത് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളെ സീരിയസ് ആയിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അത് ശ്രദ്ധിക്കും. ഇനി അതല്ല, പിന്നെയും അത് ആവർത്തിക്കുകയാണെങ്കിൽ മേ ബി ഇത് യൂസ്ഡ് ആയതാണ്, ഇവർ ഇങ്ങനെ ചെയ്ത് ഇത് യൂസ്ഡ് ആയതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വാൺ ചെയ്യുക. നിങ്ങളിപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് വിചാരിക്കുന്നു, സോ ഇനി അങ്ങനെ ആവർത്തിക്കരുത്, എനിക്കത് വിഷമാവുന്നുണ്ടെന്ന്. വേണമെങ്കിൽ ഒരു 1-2 ചാൻസൊക്കെ കൊടുക്ക്. എന്നിട്ടും അവരത് വീണ്ടും ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഭർത്താവായിക്കോട്ടെ, ലവറായിക്കോട്ടെ, ഹൂവർ, അത് വീണ്ടും ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തട്ടിക്കളയാനല്ല കേട്ടോ, ആ റിലേഷൻഷിപ്പ് അങ്ങ് കട്ട് ചെയ്തേക്കാനാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ടോക്സിസിറ്റി നമുക്ക് വേണ്ട. ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും നല്ലതല്ല. അപ്പം നിങ്ങൾ തന്നെ തീരുമാനിക്കുക, നിങ്ങളുടെ മൈൻഡ് സെറ്റ് സ്ട്രോങ് ആക്കി മുന്നോട്ട് പോവാം. അപ്പം ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഒരു പക്ഷേ ഇവിടെ നിന്നായിരിക്കും. നമ്മുടെ മെൻ്റൽ ഡിപ്രഷൻ, നമ്മുടെ ഫിസിക്കൽ പെയിൻ എല്ലാം ഇവിടെയാണ്. പക്ഷെ നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാ ഇവിടെയുള്ള നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ ഇവിടെ എത്തിയല്ലേ. ഇനി ഇത്രയും കൂടിയേ ഉള്ളൂ ഈ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട്. ഇതിനെയാണ് നമ്മുടെ ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ സമയം ഭയങ്കര ക്രൂഷ്യലാണ്, അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പല പ്രലോഭനങ്ങളും വന്ന് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കാത്ത പല കാര്യങ്ങളും ഇതിനിടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അതിലൊന്നും മാത്രമാണ് ബോഡി ഷെയ്മിങ്. ബോഡി ഷെയ്മിങ്ങിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള വിഷമങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ തളർത്തുന്നതായിട്ടോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഈ സമയം ഒന്ന് കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തി. പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കണത്? എന്തിനാണ് ഇതൊക്കെ കേട്ടിങ്ങനെ തളർന്നിരിക്കേണ്ടത്? നമുക്കിപ്പോൾ വേണ്ടത് പ്രവൃത്തി മാത്രമാണ്. നമ്മൾ മെൻ്റലി ഡിസ്റ്റർബ് ആവാൻ പാടില്ല. ഒരു രീതിയിലുള്ള എക്സ്റ്റേണൽ കാര്യങ്ങളും നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ഗോൾ. അത് എന്തോ ആയിക്കോട്ടെ, വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, ഇനി അതല്ല നല്ലൊരു ജോലി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഈ പറയുന്ന സോ കോൾഡ് ബോഡി ഷെയ്മിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ഇന്ധനമായിട്ട്, ഈ ഒരു ജേർണിയിൽ നമുക്ക് വേണ്ട ഇന്ധനമായിട്ട് മാത്രം എടുക്കുക കേട്ടോ. അത്രയധികം ഫ്യൂവൽ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ചാടി ഓടി കയറാം. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് ആര്യ സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.